ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ്, പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ ഒത്തിരിയും പാട്ടുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്, ബ്രാൻഡിങ് ഇൻ ബിസിനസ്. ഇന്ന് സ്വല്പം വ്യത്യസ്തമായി മാർക്കറ്റിംഗ് ഇൻ ബിസിനസ്. സോ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് സുദീപ് ചെറിയൻ സാറാണ്. സാറ് IIMന്റെ ഒരു അലുമിനിയാണ്, എന്റർപ്രണറാണ്, അല്ലെങ്കിൽ ട്രെയിനറാണ്, കോട്ടയത്തെ CMS കോളേജിലെ പ്ലേസ്മെന്റ് ഓഫീസറാണ്. അങ്ങനെ ഒത്തിരി നിലകളിൽ വിദേശത്തും സ്വദേശത്തും ഒക്കെ ഒത്തിരി അനുഭവ സമ്പത്തുള്ള സുദീപ് സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. സുദീപ് സാർ, യുവർ വെൽക്കം. താങ്ക് യു വെരി മച്ച് സാർ. വീണ്ടും ഒരു അവസരം തന്ന സാബു സാറിനോടും വിങ്സ് ഓഫ് ലൈഫ് എല്ലാ എന്താ പറയുന്ന റെഗുലറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ സെഷന് നമ്മൾ സാറ് പറഞ്ഞ പോലെ ബ്രാൻഡിങ് ഇൻ ബിസിനസ് ആയിരുന്നു. അപ്പം മാർക്കറ്റിംഗ് ഇൻ ബിസിനസ്, ഇത് രണ്ടും സെയിം തന്നെ, കാര്യങ്ങൾ സെയിം തന്നെയാണ്. പക്ഷെ വേറൊരു തലത്തിലായിരിക്കും നമ്മളതൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്റെ സ്ക്രീൻ വിസിബിൾ ആണല്ലോ? ഓക്കെ 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 ഓക്കെ. അപ്പം നമുക്ക് മാർക്കറ്റിംഗ് ഇൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ്, എനി ബിസിനസ് ഇഫ് യു ടേക്ക്, വിത്തൗട്ട് മാർക്കറ്റിംഗ് ഇറ്റ്സ് സീറോ. ഓർ വിത്തൗട്ട് മാർക്കറ്റിംഗ് വി കനോട്ട് സർവേ. ഓർ വി ക്യാൻ സേ ദാറ്റ് വിത്തൗട്ട് ഫൈനാൻസ് വി കനോട്ട് സർവേ, വിത്തൗട്ട് സെയിൽസ് വി കനോട്ട് സർവേ, without organization we cannot survey, without the proper staff we cannot survey. Everything is correct, but the important factor is the marketing. എവിടെ പോയാലും മാർക്കറ്റിംഗ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ബിസിനസ് നമുക്ക് തീർച്ചയായിട്ടും വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ അബൌട്ട് മീ, സാർ പറഞ്ഞ പോലെ ഐ ആം എ കോർപ്പറേറ്റ് ട്രെയിനർ. ഐ എം വർക്കിംഗ് ഇൻ CMS കോളേജ്. ഒരു അധ്യാപകനായി, സെൽഫ് ഫിനാൻസിൽ പ്ലേസ്മെന്റ് ഓഫീസറായി, പിന്നെ കോർപ്പറേറ്റ് ട്രെയിനിങ് ഒക്കെ ഇതിങ്ങനെ പോകുന്നു. 25 years I was in the corporate field. ഒരു ഓണ്ടർപ്രണർ ആയിരുന്നു. ദുബൈയിലായിരുന്നു ബേസ് ചെയ്ത്, പല രാജ്യങ്ങളുണ്ടായിരുന്നു. ദെൻ ഓൾമോസ്റ്റ് 3 years now I am in Kerala. DC-യിൽ പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ CMS-ലുണ്ട്. സോ അല്ലറ ചില്ലറ സെഷൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അവർ ഫിലിപ്പ് കോട്ടറിനെ ഒക്കെ എടുത്ത് പോകുന്നതിനേക്കാട്ടും നല്ലത് let's get into the subject directly. Last week or last time we discussed about branding, sales and marketing. ഇത് എന്ത് പറയുന്ന പരസ്പരം ബന്ധപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. മാർക്കറ്റിംഗ് ഈസ് ഓൾ അബൌട്ട് വാട്ട് യു ഡു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. വാട്ട് യു ഡു, ദാറ്റ് വാട്ട് വി ഡു ഈസ് മാർക്കറ്റിംഗ്. അങ്ങനെയെങ്കിൽ what benefits the customer is getting? We are marketing something. Yes, we have a product, we have a service, and we are marketing it. And obviously, when you are marketing, the customer will think that what benefit I am going to get it from this product or service. So this is also a thing. The third one is the customer problem is getting solved. Customer problem solve is important. That is also the important thing. Because you are giving some solutions. എനിക്ക് എന്താ പറയുന്ന കണ്ണിന് എന്താ പറയുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ട്. My product is to remove the irritation from your eyes. That means, do you have a solution to my problem? That's what marketing is all about. The fourth one is, this message customer is clear and convincing. ഈ മെസ്സേജ് കസ്റ്റമർക്ക് ക്ലിയറും കൺവിൻസിംഗും ആണെങ്കിൽ മാർക്കറ്റിംഗ് ഈസ് ഗോയിങ് ടു ബി സക്സസ്. സോ മാർക്കറ്റിംഗ് ഇൻ ബിസിനസ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് പറയാനാണ്. ഒന്ന്, മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സ്ലൈഡ് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. ഓക്കെ, റൈറ്റ്. സ്ലൈഡ് കാണാമോ? സ്ലൈഡ് കാണാം. ഓക്കെ. First and foremost is the market research. Whether your product is viable or not. The customer ക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ?
ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെയർ ഓയിലും ചെയ്യുന്നുണ്ട്, മുടി വളരുന്നുണ്ട്, എനിക്ക് മുടി പൊഴിയുന്ന ഒരു മനുഷ്യനാണ്. ഡു യു ഹാവ് ദ സൊല്യൂഷൻ ടു സ്റ്റോപ്പ് ദ ഹെയർ ഫോളിംഗ്? Then I am interested. So you need to make a script, marketing script വരുന്നുണ്ട്. You need to prepare a script that we manufacture such a product to that solves your problems. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങളുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി തക്കതായ മെഡിസിൻ എന്റെ പക്കലുണ്ട് എന്ന് മലയാളത്തിൽ പറയാം. സോ വി ഹാവ് എ പ്രൊഡക്റ്റ് ടു സോൾവ് യുവർ പ്രോബ്ലംസ്. അതാണ് മാർക്കറ്റ് റിസർച്ചിൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ദ കസ്റ്റമർ ഈസ് എന്താ പറയുന്ന ഹാവിംഗ് ദ പ്രോബ്ലം ഫോർ ദിസ് പർട്ടിക്കുലർ സിനാരിയോ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം ഉണ്ട്. മേ ബി ദേ ആർ യൂസിങ് എ പ്രൊഡക്റ്റ്. ടു തിങ്സ് ആർ ദർ. They are already using a product. There is no solution for their problem. So you are going to launch a product. പുതിയൊരു പ്രൊഡക്റ്റ് ആയിരിക്കും പറയുന്നത്. Their problem. For example, നമുക്ക് പറയാം ഒരു പ്രോബ്ലംസ് ഉള്ളപ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ കൊച്ചിയിൽ മാൻഹോളിൽ ഈ ടോക്സിക് ഗ്യാസ് ശ്വസിച്ചിട്ട് ആൾക്കാർ മരിച്ചത് നമുക്കറിയാം. സോ ദ സ്റ്റുഡൻസ് ഓഫ് കുസാറ്റ് ഓർ ദ നിയർ ബൈ, they invented a product. The robot can go into the manhole and clean the manhole. What was the problem? This serving. It is a social entrepreneurs. ഒരു സൊസൈറ്റിക്ക് വരുന്ന ഒരു അപകടത്തെ അവർ സോൾവ് ചെയ്യാൻ പറ്റും. പണ്ട് തെങ്ങ കയറുന്നവര് സ്ലൈപ്പ് ഇട്ട് കയറുന്നവരുണ്ടായിരുന്നു, തെന്നി വീഴും. Now somebody find out a machine, you can just stand there. It will automatically take you to climb the automatic ആയിട്ട് climb ചെയ്ത് പോകും. So you need to find out what is your niche. What are you trying to solve the problems of the customer? So that is where the marketing comes in. So STP എന്ന് പറയും ഇതിനെ, segmentation. What segment you are going to do it? Who are your target customers? And how you are going to position it? ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് ക്ലാസ് ആയിട്ട് മാറും. അതല്ലല്ലോ നമുക്ക് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഞാനത് ജമ്പ് ചെയ്ത് പോവുകയാണ്. കാരണം ഇപ്പോൾ യു ആർ ലോഞ്ചിങ് ആൻ ഐഫോൺ. ദിസ് ഐ ഓൾറെഡി ടോൾഡ്. യു ആർ ലോഞ്ചിങ് എ ഐഫോൺ ഇൻ കേരള. യു നെവർ ലോഞ്ച് ഇൻ ഇടുക്കി ഓർ പത്തനംതിട്ട. വിച്ച് കസ്റ്റമർ യു ആർ ഗോയിങ് ടു ടാർഗറ്റ്? വിച്ച് സെഗ്മെന്റ് യു ആർ ഗോയിങ് ടു ടാർഗറ്റ്? ഹൗ യു ആർ ഗോയിങ് ടു പൊസിഷൻ ഇറ്റ്? ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. If you are using something else, some other product, you use some for the elderly people, walking stick. It will not be useful for the youngsters. It will be targeted for the elderly people. So knowing the pulse of the market, is it going to useful for the customer and consumer? For example, you are manufacturer of chocolates. You have a customer, that means the children's father, but actually the consumer. Okay, even parents also eat chocolates. That's correct. But who are കൂടുതൽ consume ചെയ്യുന്നത്? Children. So you are making a product to attract the children. Then that's what your marketing skills will be there. നമ്മളൊരു എന്താ പറഞ്ഞ പള്ളിയുടെ പെരുന്നാളിന് പോയി കഴിഞ്ഞാൽ, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ബലൂണും കിക്കി ശബ്ദം കേൾക്കുന്നത്. The customer is the parents, but the consumer, we are going to alert the consumer. ഈ ശബ്ദം കേട്ട് കുട്ടികളെ ഈ ബലൂൺ പിടിക്കാനും അല്ല, അപ്പ വാങ്ങിച്ചതാ, ആ പി വാങ്ങിച്ചതാ. സോ യു ആർ ടാർഗറ്റിംഗ് ദ റൈറ്റ് പേഴ്സൺ. അല്ലാതെ റോങ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റില് അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിൽ പോയി കഴിഞ്ഞാൽ യു കനോട്ട് മാർക്കറ്റ് ഇറ്റ് വെൽ. Then before that, you need to understand the marketing mix. 4 P's in marketing. First, you need to have a product. Then you need to determine what price you are going to sell it. Then which place you are going to launch it, or how you are going to promote it. These 4 P's, നിങ്ങൾ ഒരു എന്താ പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടെങ്കിൽ, ഒരു പുതിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് ആണ്, റീലോഞ്ചിങ് ആണ്. ചില പ്രൊഡക്റ്റുകൾ ഉണ്ട് ഫേസ് ലിഫ്റ്റ് ആയിട്ട് വരും പുതിയ കവറിൽ. So same place, same product, but you will have a different marketing strategy to sell this product. So other marketing methods are on digital.
SEO, content marketing under, social media marketing under, email. We'll get so many emails. WhatsApp through we are getting. Kalyan kind of silks in any message. We have a collection for teens. Okay, let's go. Teens, some collection came. We went there. Unfortunately, we didn't get it. But we saw something else and we bought that. So to attract the WhatsApp message, attract the customer, and customer will come to your place. Next is like that SMS, WhatsApp, lead generation. You will have various leads. ഇത്രയും നാള് ഒരു വർഷം നിങ്ങളുടെ ഷോപ്പിൽ വന്ന കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഏരിയയിൽ യൂസ് ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് വിച്ച് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദ ഇൻഡസ്ട്രി. Based on that, you can target them. Then you can use the telemarketing. You will have a direct and indirect marketing skills. Then you have to do the data analytics, evaluation, and obviously you need to have a performance analysis. How the sales is performing, your business is performing. For example, I used to say that your product, entire product, for example, December month is very slow. And you are shouting to your salespeople, why the business is slow? The entire industry is slow. You cannot do miracles. Ella company ide avasthayana corona samayam. So there you need to have a different strategies, marketing strategies to sell your product. Adinte perana diversification. Strategies adopt ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് പോവുക. നെക്സ്റ്റ് ഇസ് ഇന്നോവേഷൻ, ന്യൂ പ്രൊഡക്ട്സ്, കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെന്റ്, CRM, because without the customer relationship management, it is very difficult to survey. Then public relations, the publicity, advertisements, the promotions you do, the awareness campaign. CMS college തന്നെ എന്തുമാത്രം മെഡിക്കൽ ടീമിന്റെ അവയർനെസ് ക്യാമ്പ്. ആക്ച്വലി ദേ ആർ ടാർഗറ്റ്. ഞങ്ങളുടെ ബ്ലഡ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പറഞ്ഞു കൊളസ്ട്രോൾ എന്നത് ആസ്റ്റർ ഒക്കെ വന്നിരുന്നു. എന്തിനാ? ബിക്കോസ് വി വിൽ ഗോ ഫോർ അനദർ ബ്ലഡ് ചെക്ക് ഡയറക്ട്ലി ടു ആസ്റ്റർ. സോ ദിസ് ക്യാമ്പയിൻസ് ഹെൽപ് ദം ടു ഗെറ്റ് സം വിസിബിലിറ്റി അബൌട്ട് ദെയർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ടു ദ വേരിയസ് പീപ്പിൾ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. കസ്റ്റമറെ അട്രാക്ട് ചെയ്യാനാണ് ഈ അവയർനെസ് ക്യാമ്പയിൻ. Then there is an exhibition, trade exhibitions. Yesterday I have a session in with the Yavara website, a session on marketing in the air. So I told the entrepreneurs, young I told them, Gulf in the NRIs and there, but telling them, have you taken your product with you? You came here to listen how to do your business. But I wanted to tell you that here you can sell your business, because there are around 20-25 entrepreneurs came. 25 customer entrepreneurs on the product. Even carry some samples that you can sell the product. Yesterday I got some free samples also. Only one person bought the product because he was attended my previous session. So I told him, like, whenever you are going, be ready. Because MBA always professor every day ready ആയിട്ട് കുളിച്ച് സുന്ദര കുട്ടപ്പനായി ഷേവ് ഒക്കെ ചെയ്ത് ടൈ ഇറങ്ങി റെസ്യൂമും കയ്യിൽ വെച്ച് റെഡി ആയിരിക്കണം. എനി ടൈം യു ക്യാൻ ഗോ, എനി കോൾ കംസ് യു ഹാവ് ടു റെഡി. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. അബുദാബിയിൽ ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത്, so I was having some problems in the job. I was ready with the file, tie and everything. But till 3 o'clock, I haven't received any calls. But after 3, situation changed. You have to expect the unexpected. Then only the miracle come. LIC agents പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് എന്ത് പറ്റും? See this, simple. This is the good marketing script I need to say. So you need to be ready, then the universe will act.
നമ്മൾ റെഡി ആണെന്ന് ആ യൂണിവേഴ്സിന് നമ്മളൊന്ന് മെസ്സേജ് സെൻഡ് ചെയ്ത്, ഇഫ് യു ആർ നോട്ട് സെൻഡ്, ഓക്കെ ഞാൻ വിളിച്ചു സാറേ ഞാൻ വരുന്നുണ്ട്, ഇപ്പൊ വരുന്നുണ്ട്, അപ്പോഴത്തേനും ഷേവ് ചെയ്യാണ്, കുളിക്കുക, ഒരു സൈഡിൽ കൂടെ കുളിക്കുന്നു, CV എടുക്കാൻ പോകുന്നു, കോട്ട് തേക്കാൻ പോകുന്നു, ബൈ ദ ടൈം ട്രാഫിക് ആകുന്നു, വിൽ നോട്ട് റീച്ച് ദർ. ഇഫ് യു ആർ റിയലി ആൻ ഗുഡ് ഓൺടർപ്രണർ, യുവർ ജേർണി ടു ഓൺടർപ്രണർഷിപ്പ് ഈസ് നോട്ട് ആൻ ആക്സിഡന്റ് അല്ലേ? ഞാൻ എന്തോ അബദ്ധവശാൽ ഇവിടെ വന്നു എന്ന് അല്ലല്ലോ. You have an aim in your life. So I need to market it well so that I will get money for it. And I get a good status, goodwill for my company. In a corporate CSR projects, where you can able to, get more leads. And the branding also happens when you are doing CSR. Then the networking. BNA bole, JCA bole, anega associations, where you can able to get, the kind of a visibility and credibility among the people. And obviously, you are not sitting here for charity. So you need to think, what is my return of investment? Then there is then marketing script. Marketing script also is very important. Marketing script refers to written and scripted content used to various marketing channels to communicate message effectively. These scripts can be used different format. Video script, hi, video this is Sudeep Cherian, your corporate trainer. They attract people. That is also a marketing. So you need to script your sales script or marketing script or financial script, then only able to go to the customer. Otherwise, actually they get bored. So same page. Now I need to tell you that key areas in effective marketing is a communication skill and your marketing skills. For marketing in you need to have a good communication skills. That is prime important. Then marketing skills, that is, it will come automatically. What is communication skills? Communicate well to do your advertisements. Communicate well in your sales promotions. Communicate well in the personal selling. When you are talking to another person, you are selling personally. When I talk to Sabu sir is asking that, Sudeep sir, what are you doing? I tell that, these are the things I do. So this is the personal selling also. Then the publicity, coming to this medias and everything is a publicity. And the public relations, social media, and artificial intelligence, digital presence. If you concentrate on these all areas, you could able to sell well. That is a communication. And what is the marketing skills on this? So marketing skills is all about, you should know your company in detail. Like company ariyada nammal oru product or service or sell. So you should know what is my company all about, where it is present. It is Kottayathu thaneyano adu Kottayathu allade thanne pala jillakalil indinte branches undo, the product endana, product inde range endana, priceകൾ എന്താണ്, ഇതിന്റെ benefits എന്താണ്, what are the service I am going to provide to you, what are the benefits you are going to get, ഇതിനെ കുറിച്ച് ആലോചിച്ച് പറയാതെ you need to learn before your marketing. Then we already discussed, we have to conduct a market survey. We need to communicate, negotiate, and network on this. Know your strength and weakness. Ningada strength points as an entrepreneur, you have a good product. Then you know that my product has a strength than other companies. Mattu company might compare when I'm comparing with other companies, my strength, my product is more durable. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ട്. അതുപോലെ you should
know that what is your weaknesses. Then you have to try to improve from there. Collaborate with your sales team. Marketing team has to be collaborate with the sales team because you are pushing them. When you are getting the lead, you have to pass it to sales team and don't forget about this. Then ask them what happened to the lead I had given to you. The campaign I got 100 leads. Have you visited them? What was the feedback? Marketing is not like, okay, my marketing I push this all the leads to sales department. Now it is their head. No, marketing is not pushed because you are the torch bearers for the organization. Capacity in customer service. ഒരു കസ്റ്റമർ സർവീസിലെ ആ കപ്പാസിറ്റി നമ്മൾ അറിയണം. ഒരാൾക്ക് ഒരു ജോബിനെക്കാട്ടി കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യു നീഡ് ടു ഔട്ട്സോഴ്സ് ദിസ് ഓർ റിക്രൂട്ട് സമ്മൺ എൽസ്. ദ മാർക്കറ്റിംഗ് ടീം നീഡ്സ് ടു നോ ദാറ്റ്. ഇപ്പൊ നിങ്ങൾ ഒരു ക്യാമ്പയിന് പോയിട്ട് 100 ലീഡ്സ് കിട്ടി എന്ന് വിചാരിക്കുക. ആൻഡ് യു ഹാവ് ഓൺലി 2 കസ്റ്റമർ സർവീസ്. And if your customer service calling this person after 1 month, what will happen? He forget about that incident. Next day, within 24 hours or 48 hours, you need to call. Otherwise, we are leaving, the customers are living in a busy world. Sir, കഴിഞ്ഞ മാസം സാർ ഒരു എക്സിബിഷൻ വന്നായിരുന്നല്ലോ. ആ എക്സിബിഷൻ ഞാനിങ്ങനെ പല എക്സിബിഷന് പോയിട്ടുണ്ട്. ഏത് എക്സിബിഷൻ, എന്ത് പ്രൊഡക്റ്റാണ്? അപ്പൊ നമ്മളെ കുറിച്ചുള്ള വില തന്നെ പോകുന്നു. സോ മാർക്കറ്റിംഗ് ഹാസ് ടു go hand in hand with the sales team. Also give feedback to the research and development team, R&D department. Why? Because the customer says that no, your product should have brand ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗം should improve ചെയ്ത് കഴിഞ്ഞാൽ. So that feedback the sales team and marketing team has to give feedback to the R&D department so that they can adapt what customer is looking for. നമ്മൾ വിചാരിക്കുന്ന പ്രൊഡക്റ്റിൽ സെല് ചെയ്യുന്ന വാട്ട് കസ്റ്റമർ നീഡ്സ് അക്കോർഡിംഗ്ലി വി ക്യാൻ റീഡിസൈൻ യുവർ പ്രൊഡക്റ്റ്. അന്നേരമാണ് യു കുഡ് ഏബിൾ ടു മാർക്കറ്റ് ഇറ്റ് വെൽ. യു മൈറ്റ് ബി ഹേർഡ് അബൌട്ട് മാർക്കറ്റിംഗ് മയോപ്പിയ. കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഈ ഒരു സെഷനിൽ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് വല്ലതും ഉണ്ടെങ്കിൽ പറയാം. Then we are going to another level of sessions like marketing myopia. മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ലേ സാറേ? പറഞ്ഞോളൂ. മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വേണേലും ഇപ്പോൾ പറഞ്ഞതുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ I could able to answer it. ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന സബ്ജക്റ്റിലേക്ക് പോകാം. അത് പാർട്ട് 2 എന്ന് പറഞ്ഞ പോലെ. മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ്നെസ് എന്നാണ് പറയുന്നത്, കാഴ്ചക്കുറവ്. അതായത് ഫോർ സൈറ്റ് ചെയ്യാൻ പറ്റിയ, ഭാവി കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ അടുത്ത ട്രെൻഡുമായിട്ട് മിങ്കിൾ ചെയ്യാതെ നമ്മൾ മസിൽ പിടിച്ച് ഇരിക്കുന്നതാണ്. ഞാനിത് മാറത്തില്ല എന്ന ഒരു വിചാരത്തിൽ നിൽക്കുന്ന ഒരു ഇതാണ് മയോപ്പിയ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. എന്താണ് മാർക്കറ്റിംഗ് മയോപ്പിയ? ഈ മയോപ്പിയ എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ്നെസ് ഓഫ് എ ഫേം. നമ്മൾ ഷോർട്ടായിട്ട് കാണുന്നു എന്നുള്ളതാണ്. This myopia is written in 1960 by Theodor Levitt. This paper was published in Harvard Business Review, USA, the journal well, he was the editor. 1960 ഈ ഒരു മാർക്കറ്റിംഗ് മയോപ്പിയ എന്നുള്ള ഒരു നമ്മുടെ കണ്ണുകൾക്ക് തിമിരം ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി കാണാനുള്ള, അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ്, വാട്ട് ഈസ്, ഫോർ എക്സാമ്പിൾ, if BlackBerry is seeing that iPhone is developing, Nokia is seeing that Samsung is developing, still develop it, America tetra vare povuniyanu nokkate. What will happen? Nokia is almost out of the session. What happened to the Ambassador car? Because
they are not seeing the future. Kodak films. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഫിലിം വെച്ചിട്ടുള്ളതാണ്. When the Sony came with the digital camera, they cannot change. No, this is digital. No. Film only will run. In fact, Kodakile വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ് ഈ ഡിജിറ്റൽ ക്യാമറ ആ ഒരു പോസിബിലിറ്റി കണ്ടുപിടിച്ചത്. They rejected it. They don't want to change. This is called marketing myopia. Most business fail to identify what their customer is buying. കസ്റ്റമർക്ക് എന്താണ് ഈസി ആയിട്ട് ഇന്ന് വളരെ പെട്ടെന്ന് ചെയ്യാനും പോകാനും ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് ഇന്ന് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് നോക്കി കഴിയുമ്പോൾ യു ആർ സ്റ്റിൽ സിറ്റിംഗ് ഇൻ ദ എലിഫന്റിന്റെ മണ്ടയിൽ ഇപ്പോഴും ഞാൻ ഇത്രയും വലിയ ആള് എന്നുള്ള ചിന്തയില് ഐ ആം ദ മാർക്കറ്റ് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ മാർക്കറ്റ് ലീഡർഷിപ്പ് ഒക്കെ അങ്ങ് പോകും. സോ ദേ ഫോക്കസ് ഓൺ ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്, നോട്ട് ദ ബെനിഫിറ്റ് ഓർ എൻഡ് റിസൾട്ട്. കസ്റ്റമർക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് എന്ത് വരും എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവര് ഞാനുണ്ടാക്കിയ പ്രൊഡക്റ്റിന്റെ സൗന്ദര്യം നോക്കിക്കൊണ്ട് എക്സസീവ് അറ്റൻഷൻ ടു ദ പ്രൊഡക്ഷൻ. അങ്ങനെ കസ്റ്റമർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് സപ്ലൈ ഇസ് മോർ, ദ ഡിമാൻഡ് ഈസ് വെരി ലെസ്. വാട്ട് വിൽ ഹാപ്പൻ? കമ്പനി ഹാസ് ടു ക്ലോസ് ഡൗൺ. They ignore the actual need of the customer, which creates a myopia. ഇതിലാണ് myopia ഉണ്ടാകുന്നത്. We already discussed. Marketing myopia വന്നതാണ്. When Sony came with the digital, they don't want to change. Then Sony Walkman നമ്മളെല്ലാം ഉപയോഗിച്ചതാണ്. When Apple introduced the iPod, what will happen? Now it's mobile everywhere. Maruti Gypsy. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരുന്നു. HML വെസ്പ, അംബാസഡർ കാർ, HMD വാച്ചസ്. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു, ഞാൻ സെയിൽസിലൊക്കെ നല്ല പെർഫോമൻസ് കിട്ടുന്ന വാച്ചായിരുന്നു. HMD വാച്ച് കെട്ടിക്കൊണ്ട് നടക്കുക എന്ന് നമ്മൾ വളരെ എന്താ പറയുന്നത് വളരെ പ്രൗഡായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ഇന്ന് HMD എന്ന് പറയുന്നൊരു എന്താ പറയുന്നത് എറണാകുളത്ത് ഒരു ജംഗ്ഷൻ ഉണ്ടെന്ന് മാത്രമേ ഇന്നത്തെ ജനറേഷൻ അറിയൂ. So they failed in that. If you are, the product is there, but still people who are looking for a better things, you need to think out of the box. Took example of Pepsi. That is called offer more product to customer. Now, പച്ചവെള്ളം മാറ്റിയിട്ട് പെപ്സി കുടിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. We need to offer both. If the customer, I am going to a shop, maybe I need Pepsi, maybe I need a water, maybe I need a chips. This is what they don't suffer the myopia. Diversification is more important. You need to bring some strategies to do it. So that's what, whenever you are opening a company, starting a company, നിങ്ങളുടെ വിഷനും മിഷനും വാല്യൂസ്. Mission is like able to, why do we exist? എന്തിനാണ് നമ്മൾ ഇവിടെ ഒരു സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് എന്തിനാണ് ഈ പഠിക്കുന്നതെന്ന് ജഗദീഷിനോട് ചോദിക്കുന്ന പോലെ നമ്മൾ എന്തിനാണ് കമ്പനി നടത്തുന്നത്? ദാറ്റ് ഇസ് യുവർ വിഷൻ. ടു പ്രൊവൈഡ്, അരവിന്ദ് ഐസ് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് പ്രകാശം കൊടുക്കുവാൻ ഒരു വലിയൊരു വിഷനാണ്. വാട്ട് ഇസ് എ മിഷൻ? വാട്ട് ഫ്യൂച്ചർ ആർ യു ക്രിയേറ്റിംഗ് ടു ക്രിയേറ്റ്? എന്താണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്? വാട്ട് ആർ ദ വാല്യൂസ്? വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ us? നമുക്ക് എന്താ ഇമ്പോർട്ടൻ്റ് എന്ന്? ഹൗ യു ആർ റിലവൻറ്റ് ഫോർ യു? കസ്റ്റമർ വിൽ ആസ്ക് വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലം യു ആർ ഗോയിങ് ടു സോൾവ് ഫോർ മീ. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ അല്ലേ വരത്തുള്ളൂ. ലുക്ക് അറ്റ് വാൾട്ട് ഡിസ്നി. വാൾട്ട് ഡിസ്നി's മിഷൻ എന്ന് പറഞ്ഞാൽ ദേ ക്രിയേറ്റ് ഹാപ്പിനെസ്. That is a cinema. They call this a entertainment. People are coming to the theater not to watch movie. They came for entertainment. കഥ കേൾക്കാനാണോ അവർ വരുന്നത്? കഥ വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെയും കേൾക്കാൻ വേണ്ടി കുറച്ചു നേരം കുടുംബമായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ഒരു എന്റർടൈൻമെന്റിനാണ് വരുന്നത്. ആ സമയത്ത് അവർക്ക് വാട്ട് യു ആർ പ്രൊവൈഡിങ് എന്റർടൈൻമെന്റ്. സോ ദ വിഷൻ ഈസ് ബൈ പ്രൊവൈഡിങ് ദ ഫൈനസ്റ്റ് എന്റർടൈൻമെന്റ് to people, all ages, everywhere. What are the values? ഡിസ്നിയുടെ മൂവി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ മൂവി ഒന്നും ഫാമിലിയായിട്ട് കാണാൻ പറ്റത്തില്ല.
next scene എന്താണെന്ന് unpredictable. But if you're going to see Disney's movies, no bad language, no uncomfortable things, no sexual situations, no violence. അപ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ട് ആൾക്കാർക്ക് പോയി കാണാൻ പറ്റുന്ന 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇനി ഒരു ഓണ്ടർപ്രണർ ആയിക്കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം വിവിധ തലങ്ങളിൽ ഓണ്ടർപ്രണർ ആയിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേജസ് ഓഫ് എൻ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് ഒരു 7 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, സ്ട്രഗ്ലിംഗ്, സ്റ്റിൽ സ്ട്രഗ്ലിംഗ്, സർവൈവലിന് വേണ്ടി പിടിച്ചു നിൽക്കുന്നു. ഫിനാൻഷ്യലായിട്ട് ചെറിയ എബിലിറ്റി ഉണ്ട്, നമുക്ക് ചിലത് കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ മെച്ചപ്പെടും എന്ന്. കുറച്ച് സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ അബൻഡൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഡ്രീം ചെയ്യുന്നത് എന്തിനാണ്? 7ാമത്തേനാണ് ഇഷ്ടം പോലെ കാശ് ആണെങ്കിൽ തിങ്ക് വൈ ഐ ഹാവ് സ്റ്റാർട്ടഡ് എ കമ്പനി. ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോയിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ദരിദ്രനായിട്ട് ജനിച്ചത് നിങ്ങളുടെ കുറ്റമല്ല, അങ്ങനെ ജനിച്ചുപോയി. പക്ഷെ ദരിദ്രനായിട്ട് മരിക്കുന്നത് അതൊരു മഹാ പാപമാണ്. ബിക്കോസ് യു ആർ നോട്ട് ഡൺ എനിത്തിങ്. ഒന്നാലോചിച്ച്, വി ആർ ഓൾ 7ാമത്തെ സ്റ്റേജിലും നമ്മളായിട്ടില്ല. വി ആർ നോട്ട് എന്താ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ പോലോ അല്ലെങ്കിൽ വാരൻ ബഫറ്റിനെ പോലൊന്നും അല്ല. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബട്ട് ആർ യു സ്റ്റിൽ ഇൻ സ്ട്രഗ്ലിംഗ് സ്റ്റേജ്? We need to scale up. So think about that every day, how much sale I need to make. For example, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എല്ലാ ദിവസവും വിൽക്കുന്നു, ദിവസവും കണക്കെടുക്കുന്നു, അല്ലെങ്കിൽ ആഴ്ചയിൽ കണക്കെടുക്കുന്നു, മാസത്തിൽ കണക്കുന്നു, ഇത്ര രൂപ വരുന്നു, ശമ്പളം കൊടുക്കുന്നു, ഇതെല്ലാം ശരിയാണ്. But if you are in marketing and if you are an entrepreneur, you should know end of the month I need to get this much to do my next plan for the next month. ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ലാഭം ഉണ്ടെങ്കിൽ മാത്രമല്ല, ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ കോസ്റ്റ് ബെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നെങ്കിൽ 30 ഡിവൈഡ് ബൈ 10 lakhs. അപ്പൊ ഒരു ദിവസം ഇത്ര രൂപയുടെ ബിസിനസ് കിട്ടിയാലേ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം നിങ്ങൾക്ക് 50,000 രൂപയുടെ ബിസിനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 40,000 ആണ് നടന്നിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഡേ, ദാറ്റ് മീൻസ് യു നീഡ് ടു ഗെറ്റ് ദ ഫിഗേഴ്സ്. ദെൻ യു നീഡ് ടു ഗോ ഫോർ 60,000 നെക്സ്റ്റ് ഡേ. ഇല്ല, ഞാൻ ഒരു മാസം കംപ്ലീറ്റ് നോക്കിയതിന് ശേഷമേ എന്നിട്ട് ഞാൻ മാർക്കറ്റിംഗ് ടീമിനെ ഞാൻ ഉണർത്താൻ പോവാണ്. സോ അവർ മാർക്കറ്റ് സെയിൽസ് ഇസ് ഡൗൺ, മാർക്കറ്റിംഗ് ജാഗോ ഡു സംതിങ്. ഉപഭോക്താവേ ഉണരൂ എന്ന് പറയുന്നതിനെക്കാട്ട് നല്ലത്, if you are doing the marketing team, sales team together, they need to work. If the sales is falling down, marketing team has to raise up. അങ്ങനെ ഉണ്ടെങ്കിൽ, for the marketers, I have some suggestions. That is called financial freedom account. That is, you need to write yourself the money that's saving for your future, right? ഇത്ര % of money, minimum 10%. For example, ഞാനിവിടെ CMS ജോലി ചെയ്യുന്നു, അടുത്ത സാലറി കിട്ടുന്നു, കോർപ്പറേറ്റ് ട്രെയിനിങ് ഉണ്ട്, അത് കിട്ടുന്നു. ഞാൻ പോസ്റ്റ് ഓഫീസിൽ 10,000 ഒരു RD ചേർന്നിട്ടുണ്ട് എവറി മന്ത്. ഇത് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. 10,000, അത് വെയിലായാലും മഴയായാലും ഐ വിൽ പേ 10,000. I can pay more also. End of the year, how much I am getting? 1,20,000. പെട്ടെന്നൊരു 1,20,000 ചോദിച്ചു കഴിഞ്ഞാൽ I have to break my FD. So this is the kind of things, the freedom account. അറിഞ്ഞോ അറിയാം, നമ്മുടെ കയ്യിൽ 10,000 രൂപ ഇരുന്ന് നമ്മൾ ചെലവായി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് കുറച്ച് എമൗണ്ട് that you need to write yourself. How much % you are going to
deposit for your future. അതുപോലെ തന്നെ long term investment ഉണ്ട്, that you can do that for your retirement. ഞാൻ ഇതിന്റെ കൂടെ നിങ്ങളോട് പറഞ്ഞിട്ട്, ഞാൻ ഗൾഫിൽ ഇരുന്ന സമയത്ത് SBI റിട്ടയർമെന്റ് പ്ലാൻ, സ്മാർട്ട് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തിരുന്നു. That is finished now. Next year, I am getting before retiring, I am getting the pension. Because I had made the money for my retirement plan. Every month എനിക്ക് ബാങ്കിൽ കാശ് വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ SBI സ്മാർട്ട് പെൻഷൻ പ്ലാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പോസ്റ്റ് ഓഫീസിലുണ്ട്, പല കമ്പനികളിലുണ്ട്. You invest in a smart way. Before retiring, you are getting the pension. Right? അല്ലെ പിന്നെ ഗൾഫിൽ വർക്ക് ചെയ്ത് എനിക്ക് ആരാ പെൻഷൻ തരാനുള്ളത്? Right? Government employee ആണെങ്കിൽ പെൻഷൻ തരും. So I need to make myself a pension provider. I need to create a market for me. മനസ്സിലാവുന്നുണ്ടോ? Because there is no market for me to pay the pension for my lifetime. ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് പെൻഷൻ തരാൻ ഒരു സിനാരിയോ ഇല്ല, അല്ലെ ഒരു മാർക്കറ്റ് ഇല്ല എനിക്ക്. So I created a market because the market was available. So I joined hands with them. അപ്പം എനിക്ക് മരിക്കുന്നത് വരെ എനിക്ക് ചെറിയൊരു എമൗണ്ട് ബാങ്കിൽ വരും. ഇനി ഞാൻ മരിച്ചാലും പിള്ളേർക്ക് ഓപ്ഷൻ ഉണ്ട്. They can get bulk or they can also get money monthly basis. They can also deposit. That's what you need to plan. Financial planning is more important for any marketers because you are marketing yourself. Long term under self-education under. Because when I came here, I was not that good in local market. ഇവിടുത്തെ എന്താ കളികളെന്ന് അറിയുന്നില്ല. So I went for a training, simple training, level 1 training. Okay, I went there. People are training. അങ്ങോട്ട് ചാടെ ഇങ്ങോട്ട് ചാടെ കസേര കളി പോലെ. I also acted that. I was thinking, ഇതെന്താ ഇവര് ചെയ്യുന്നത്? But the local people needs that. JSRന് JCയുടെ ട്രെയിനിങ് ഒക്കെ അറിയത്തില്ലേ? So this kind of training, I attended the training. ഞാനും ഈ കസേര കളി പോലെ ഞാനും ജോയിൻ ചെയ്തു, ഇവരുടെ കൂടെ എല്ലാം ജോയിൻ ചെയ്തു, അതെല്ലാം പഠിച്ചു. Invest money in something so that it can help you. സമയം പോകുന്നെന്ന് അറിയാം. Obviously, there is something which you cannot avoid. Necessary rent കൊടുക്കണം, EMI കൊടുക്കണം, സ്കൂൾ എഡ്യൂക്കേഷൻ ഉണ്ട്. So that so പിന്നെ പേ അക്കൗണ്ട് എന്ന് പറയും. പേ അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് അഡ്വഞ്ചറിന് പോകണം, ഒരു മേക്ക് ഓവറിന് പോകണം, ആൾക്കാരോട് ട്രിപ്പ് പോകണം. That you have to spend. Otherwise, loan എടുത്തുകൊണ്ട് ഗതികേട് വരും. Because the money you have not planned accordingly. So പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ പ്രവർത്തിയാന്ന് എനിക്കറിയാം. But little ചെറിയ രീതിയിൽ തുടങ്ങും. I'm not asking you to keep 10%. Keep 1%. Make it 2%. ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിൾ തരത്തില്ല. You never find a person a financial struggling stage or surviving സ്റ്റേജിൽ ഒരിക്കലും വരത്തില്ല. Because you are the market leader for yourself. നിങ്ങൾ പെപ്സിക്കോയുടെ ചെയർമാൻ ഒന്നും ആകണ്ട, മാർക്കറ്റ് ലീഡറാണ്. You have to treat yourself as a market leader. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത ഇതിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇത് കുറച്ചുകൂടെ ഉള്ളൂ. നമുക്ക് 8 മണി ഷാർപ്പിൽ നിർത്തണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറിന്റെ പേര് പറയാം. നിങ്ങൾക്ക് ഏറ്റവും അഡ്മയർ ചെയ്യുന്ന ഒരു കാർ ആർക്കെങ്കിലും പറയാമെങ്കിൽ അതല്ല, ഒന്ന് ഓപ്പൺ ചെയ്ത് പറഞ്ഞോ. ഹോണ്ട സിറ്റി. വേറെ ആരെങ്കിലും? മാരുതി. ഓക്കെ. ഫോർഡ്. പജേറോ. വെരി ഗുഡ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇനി ആരും സംസാരിക്കാനില്ലായിരിക്കാം. ഓക്കെ, ഞാനൊരു സെഷനിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് കിട്ടിയത് ഓടി എന്നാണ്. ഞാൻ ചോദിച്ച സാർ ഓടിയാണോ ഓടിക്കുന്നത്? അല്ല, മാരുതിയാണ്.
Because your entire life, your family is traveling in a Maruti or Toyota, but still you are admiring something else. നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കൂ. ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്റെ ഭാര്യയാണ് എന്ന് പറയാനുള്ള ഇത് വേണം. ഐശ്വര്യ റൈ അല്ല. Because she is an actress. But for me, my wife is beautiful for me. So we need to enjoy in such a way that namakku endana devam tannalada, then we will definitely get another Pajero or whatever Audi or Benz which you admire. Definitely you'll get it. But you need to start admiring, and you have to give gratitude to the universe that the blessing as universe has given to you. So that means you think your cap is already there. To have the cap, you need to do the SWOT analysis. Analyzing your strength, weakness, the opportunity is there. You need to grab the opportunity. Threat is like this. Threat എന്ന് പറയുന്നത് ഞാൻ എല്ലാവരോടും പറയുന്നത് ത്രെട്ട് നമ്മൾ തന്നെയാണ് ത്രെട്ട്. നമ്മൾ നന്നാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ല. ആണോ? നമ്മൾ ഡിസിപ്ലിൻ ആവും. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കണം. ഞാനൊരു നോർത്ത് ഇന്ത്യയിൽ ഒരു സെഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ആയിരുന്നു. അവർ ചോദിച്ചു, ഐ ഹാവ് എ പാഷൻ ഓഫ് സംതിങ്, ബട്ട് ഈ ഒരു ജോലി എനിക്ക് കിട്ടിയത് സാലറി നല്ലതായതുകൊണ്ട്, ബട്ട് ആക്ച്വലി ഈ ജോലി എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേറൊരു ജോലിയാണ് താല്പര്യം. അങ്ങനെയെങ്കിൽ ഞാൻ വല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്, പ്രത്യേകിച്ച് ഒരു മലയാളിയെ കിട്ടിയോണ്ട് നോർത്ത് ഇന്ത്യൻ മറക്കാൻ വേണ്ടി ചോദിച്ചാണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ ഹൗ ടു ആൻസർ യുവർ question because I don't know what you are doing, what is your passion, but I will tell you my story so that you can relate it. ഒന്ന് ഞാൻ പറഞ്ഞ ഇതാണ്, I wanted to write a book. ഞാൻ രാവിലെ 6-6:30 എഴുന്നേക്കത്തുള്ളൂ. കോളേജിന്റെ തിരക്ക്, മറ്റു ട്രെയിനിങ്ങിന്റെ തിരക്ക്, മറ്റു കാര്യങ്ങൾ, അസോസിയേഷൻസ്, മറ്റു കാര്യങ്ങൾ, ടോട്ടലി ബിസി. എൻഡ് ഓഫ് ദി ഡേ ടയർഡായിട്ട് വരുന്ന കിടന്നുറങ്ങും. Then I decided to get a 1 hour before. 6:30 ഇറങ്ങേണ്ട 5:30 5 മണിക്ക് ഇറങ്ങും. അങ്ങനെ അലാറം വെച്ച് 5 മണിക്ക് എഴുന്നേറ്റു. I started doing. ആസ് എ മലയാളി നമ്മളെ സംബന്ധിച്ചിടത്തോളം പല്ല് തേച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാതെ എങ്ങനെ ഒന്ന് മൂഡ് കിട്ടുന്നത് നേരാണല്ലോ. അപ്പോൾ കിച്ചണിൽ കയറി ചായ ഇടണ്ടേ? ചായ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മാത്രം ചായ ഇട്ടാൽ മതിയോ? എന്റെ ഭാര്യയ്ക്ക് ചായ ഇടണ്ടേ? വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും എഴുന്നേറ്റ് ഭാര്യ ചായ ഇടുമ്പോൾ ഞാൻ ഭാര്യ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ അല്ലെ ഒരു മുമ്പ് എഴുന്നേറ്റ് ചായ ഇട്ട് റെഡിയാകും. She is so happy. When you are doing things, something for you, others also getting benefited. ഇപ്പൊ എന്താ സാധനം? എനിക്ക് ഡബിൾ ബോണസ്. ഒന്ന്, എനിക്ക് ബുക്ക് എഴുതാൻ പറ്റി. 2, the happiness at home. എന്തൊരു അതിശയമായിരിക്കും. ഇന്ന് കാക്ക മരന്ന് പറക്കും because I made the tea. See this? So that ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, if you are passionate of something, go for it. If you keep complaining like today to everyone, it will never happen. ഗണപതിയുടെ കല്യാണം നാളെ എന്ന് പറഞ്ഞു, it will go like this. മലയാളി ഏതൊരു ഇതിനകത്ത് പറഞ്ഞ് അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ജീവിതം മുഴുവൻ അങ്ങനെ പോകും. So you need to analyze yourself. SWOT analysis is the best tool you can do. Analyze yourself. You need to know what competitor is doing. I will check what Sabu sir is doing. Sabu sir is checking what Sudeep sir is doing. Correct? We need to check what is competition happening. Then you need to upgrade and upskill yourself because you wanted to be in the market leader. Then you need to do what the industry is looking for. Industry is changing or not. New technology is coming or not. Based on that, you need to do the marketing strategies. Then you are a creator. Remember, you are to create. What you are trying to create. What job Steves are trying to create. What Zuckerberg was trying to create. Elon Musk trying to create.
Then, because they solve the problem. ഡ്രൈവർ ഇല്ലാതെ എനിക്ക് എന്താ പറയാ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുക, എനിക്ക് ഡ്രൈവർ ഇല്ല. അലക്സ ടേക്ക് മീ ടു ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എന്നെ കാർ പോർച്ച് കൊണ്ട് പാർക്ക് ചെയ്ത് ഡോറും തുറന്നു. Some customers looking for that service. That you need to state the problem, what problem you are going to solve. Then you will have a different solutions for the problems. Then you need to brainstorm to get a better solutions. I always think that reverse brainstorming is better. You are a magician. നമ്മളെല്ലാവരും magicians. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ പിള്ളേരെയൊക്കെ കളിപ്പിക്കാൻ നേരം എന്തു മാജിക്കാ അപ്പ കാണിക്കുന്നത് അമ്മ കാണിക്കുന്നത്. Similarly, when you walk into your organization, നിങ്ങളുടെ അയാള് വീണ്ടും വന്ന് അയാളുടെ വായിന്ന് കേൾക്കുന്നു. They should stand with the respect. എന്റെ ബോസ് വരുന്നു എന്നുള്ള ആ ലെവലിൽ നിങ്ങളെ become a market leader. You need to be a magician because they should know that you can bring the magic figures, because you need to overview your sales figures every day. Then you need to have a statistics. ഇന്ന് സിസ്റ്റം എല്ലാം അവൈലബിൾ ആണ്. ഒരു സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെന്ററി ആണെങ്കിൽ എവറിത്തിങ് ഇസ് അവൈലബിൾ ഇൻ യുവർ ഫിംഗർ ടിപ്സ്. സോ അങ്ങനെയുള്ള പ്രൊഡക്ട്സുകളുണ്ട്. ടാലി ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ചെയ്യും. Whatever happens in your organization, you have a CCTV, everything you can watch, sitting at home or traveling, everything you can control. Marketing budget is also important. Quarter wise you have to change, because second quarter ലായിരിക്കും ഒരു ചേഞ്ച് വരുന്നത്. ഇല്ല, ഞാൻ ഒരു വർഷത്തെ ബഡ്ജറ്റ് ചെയ്തു, I cannot change. That you need to have a buffer stock. I should say buffer stock for that, market budget. Everywhere, when you are in the market, people say, ഈ ഒരു ഡോങ്കിയും കൊണ്ട് പോകുന്ന ഈ അപ്പച്ചനെ അമ്മച്ചിയും നോക്കി ആൾക്കാർ പറയും, ഈ പാവം പിടിച്ച ഡോങ്കിയെ നിങ്ങൾ കഷ്ടപ്പെടുത്തുക എന്ന് പറയും. അങ്ങനെ ആവുമ്പോൾ ഭാര്യയെ നിലത്തിറക്കി അപ്പച്ചൻ പോകുന്നു. അപ്പം പറഞ്ഞു, ഹൗ ക്രൂവൽ, ഭാര്യയെ താഴെ ഇറക്കി നടത്തിക്കുന്ന കണ്ടില്ലേ. അപ്പം ഭാര്യയെ മാത്രമായിട്ട് നടത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇവനൊരു പെൺകോന്തനാണ്, ഭാര്യയെ മാത്രം ഇയാൾക്ക് നടക്കാൻ ഉപയോഗിച്ചില്ല. ഇനി കഴുത നടക്കട്ടെ, ഇവരും നടക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ fools, they don't know how to utilize the donkey. You have a place, you have a product and service, you know how to promote it. And ആരോ എന്തോ പറഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്നതിനെക്കാട്ടും നല്ല, people will say many things. But നമ്മൾ ചിന്തിക്കുക, നമ്മളിവിടെ ഭൂമിയിൽ വന്നത് ആക്സിഡന്റിലാണ്. If it's so, you need to start moving, because it is YOLO. The word YOLO കേട്ട് കാണുമല്ലോ, you only live once. പുനർജന്മം ഉണ്ട്. സെയിം അപ്പന്റെ അമ്മയുടെ മകനായിട്ടോ മകളായിട്ട് ജനിക്കാവുന്ന, അങ്ങനെ ഉണ്ടെങ്കിൽ സെയിം സിറ്റുവേഷൻ, സെയിം മാർക്കറ്റ് എനിക്ക് കിട്ടും, അടുത്ത ജന്മത്തിൽ ഞാൻ എല്ലാം ചെയ്ത് കളയാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നോ പ്രോബ്ലം. But if you think you only live once, better. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലർ പറയും, ഷോ എന്റെ സമയം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലുക്ക് അറ്റ് KFC ഓണർ. എത്രാമത്തെ വയസ്സിലാണ് പുള്ളിയുടെ ഒരു ചിക്കൻ റെസിപ്പി ലോകം അംഗീകരിച്ചു? ഏജ് ഇസ് ജസ്റ്റ് നമ്പേഴ്സ്. Today's situation is not tomorrow's situation, because it is not like that we only live once. We die once. ഒരിക്കലേ മരിക്കത്തുള്ളൂ. We live every day. ഇന്നത്തെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു പ്രഭാതമുണ്ട്. We will do our level best. ഒരു വുഡ്കട്ടറുടെ സ്റ്റോറി പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളത്. ഒരു വുഡ്കട്ടറിനെ ഒരു കമ്പനി ഹയർ ചെയ്തു. അവന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞ ഒരു ദിവസം 10 മരം മുറിക്കുകയാണ്. അവൻ മിടുക്കനായിട്ട് ചെയ്തു. ആദ്യത്തെ മാസം മുറിച്ചു, അവന് ശമ്പളം കിട്ടി. രണ്ടാമത്തെ മാസം മുറിച്ചു. മൂന്നാമത്തെ മാസം കഴിഞ്ഞപ്പോൾ ഓരോ ദിവസം കഴിയും തോറും വുഡ് കട്ട് ചെയ്യുന്നതിന്റെ
ലെവല് 10 എന്നുള്ളത് അത് 9 ആയി, 8 ആയി, 7 ആയി. സോ HR ഹാസ് ഡിസൈഡ് ടു ഫയർ മീ. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ ഫ്രണ്ടിനോട് പറഞ്ഞു, സി ഞാൻ എത്ര നാളായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പൊ എനിക്ക് ചെയ്യുന്നില്ല, എനിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഡോക്ടറെ കാണിക്കണം. അപ്പോൾ നിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഐ എം എ വുഡ് കട്ടർ. അപ്പോൾ ചോദിച്ചത്, ഹി ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ, when was the last time you sharpen your axe? നമുക്കെല്ലാം കഴിവുണ്ട്, അത് നിങ്ങൾ ഷാർപ്പൺ ചെയ്തിട്ടുണ്ടോ? You have a marketing skills, you have a sales skills, you have a good communication skills, you are a good storyteller. എങ്കിൽ why are you waiting? അങ്ങനെയുള്ളവരോടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും this is the right time. Thank you so much. And over to Sabu sir. Any questions? I can answer. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായി മാർക്കറ്റിംഗ്, ബിസിനസ്സിലെ മാർക്കറ്റിംഗിന്റെ ഏരിയ, നമ്മുടെ ശരിക്കുള്ള സ്പേസ് എന്താണ്, മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ആകാം ഇതെല്ലാം വളരെ മനോഹരമായി ഒത്തിരിയും ബേസിക് കണ്ടീഷനിലൂടെയൊക്കെ മനസ്സിലാക്കി തന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസ്, നമ്മളെല്ലാവരും മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളാണ്. എന്തിനെ മാർക്കറ്റ് ചെയ്യുന്നു, പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളത് മാത്രമേ അതിൻ്റെ അകത്തൊരു കൺഫ്യൂഷനുള്ളൂ. ആ പ്രോഡക്റ്റ് നല്ലവണ്ണം മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത്, എങ്ങനെ നമുക്ക് അതിനെ കൂടുതൽ ബെറ്റർ ആക്കാം? ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, എന്തിനെയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിനെ എത്ര ബെറ്റർ ആക്കി മാറ്റാം? താങ്ക് യു സുദീപ് സാർ, വളരെ മനോഹരമായി അത് പ്രസന്റ് ചെയ്തു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിലും ആകാം. ബിക്കോസ് we are all marketers and we are all business people. Yes, that is true. അത് കറക്റ്റ്, അങ്ങനെയാണ് ചോദിക്കേണ്ടത്. കാരണം എനിക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരു സംശയം, ഞാൻ വളരെ സെഷൻ വളരെ മനോഹരമായിരുന്നു. ഒരു സംശയം, you are born poor, it is not your mistake. If you are dying poor, it is your mistake. ഇത് പറഞ്ഞത് സന്തോഷ് ജോർക്കോൾ എങ്ങനെയാണോ അദ്ദേഹം വേറെ കോട്ട് ചെയ്തത്, എനിക്ക് തോന്നുന്നു അത് ബിൽ ഗേറ്റ്സിനെ കോട്ട് ചെയ്തത്. അത് ജസ്റ്റ് മിസ്ഇൻഫോർമേഷൻ ആയിട്ട് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കോട്ടല്ല, പുള്ളി പറഞ്ഞതല്ല, പുള്ളി ബിൽ ഗേറ്റ്സിനെ ബിൽ ഗേറ്റ്സിന്റെ കോട്ട് ചെയ്താ. ഞാൻ ബിൽ ഗേറ്റ്സിന്റെ കോട്ട് കണ്ടില്ല. ഞാൻ സന്തോഷ് കുളങ്ങര ഒരു ടോക്കിൽ ഇങ്ങനെ സംസാരിച്ച വീഡിയോ കണ്ടുന്നേ ഉണ്ട്. ശരി, ക്ലിയർ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നല്ല സെഷൻ ആയിരുന്നു. എല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത, ഇത്രയും ഇൻസ്പയർ ചെയ്ത ഒരു സെഷൻ ഞാൻ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല. സുദീപ് സാറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഓക്കെ സാർ, അതും എനിക്കൊരു ഇൻഫർമേഷൻ ആണ്. താങ്ക് യു സോ മച്ച്. ബിൽ ഗേറ്റ്സ് ആണ് പറഞ്ഞതെന്നുള്ളത്. യെസ്, താങ്ക് യു സോ മച്ച്. യെസ്, വേറെ ആരാണ് പറയുന്നത്? റോയ് സർ, സുജിത്, ഷജിമാത് സർ. മാർക്കറ്റിംഗ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഏത് ഫീൽഡാണെങ്കിലും മാർക്കറ്റിംഗ് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ മുമ്പോട്ടുള്ള കാലങ്ങളിൽ ഈ കോമ്പറ്റീഷനൊക്കെ വളരെ കൂടി വരുന്ന അവസരത്തിൽ എല്ലാം ഓൺലൈനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അതിൻ്റെ രീതിക്ക് കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാലം ഭയങ്കരമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും മാർക്കറ്റിങ്ങിൻ്റെ രീതിയിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. സുദീപ് സാറിൻ്റെ ക്ലാസ് നല്ലതായിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സാബു സാർ. താങ്ക് യു സാർ. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഇതൊരു സാബു സാറിന് ഇച്ചിരി മാനേജ്മെന്റിൽ PhD ഉള്ളതുകൊണ്ട് അറിയാം. ഇത് നമ്മൾക്ക് ഒരു സെഷനും കൊണ്ടോ അതോ ഇന്ന മാർക്കറ്റിംഗിൽ കൂടെ പോയെങ്കിലേ ഇന്നത് പ്രൊഡക്റ്റ് സെല് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡിങ് ചെയ്യുമോ ഒന്നും അങ്ങനൊന്നും ഇല്ല. ചില സക്സസ് സ്റ്റോറീസിൽ നിന്ന് ഓരോ ഓതേഴ്സ് ഡെവലപ്പ് ചെയ്ത് അവരുടേതായ തോട്ട്സും തിയറിയും കൂടെ കണക്ട് ചെയ്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ബുക്ക് എഴുതുന്നത്. പക്ഷെ അതിനെക്കാട്ടിൽ മാർക്കറ്റേഴ്സ് ആയിട്ടുള്ളത് ശരിക്കും ഈ കിനാര ഷോപ്സുകാർക്ക് എന്തുമാത്രം മാർക്കറ്റിംഗ് ചെയ്യുന്നു? അവർ ബുക്ക് വായിച്ചിട്ടാണോ? ദാറ്റ് ഈസ് കോൾഡ് പ്രാക്ടിക്കൽ വിസ്ഡം. ആ കസ്റ്റമറിനെ അനുസരിച്ച് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുകയും അവിടുന്ന് അറിഞ്ഞതിന് ശേഷം അത് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിനെ കൺവിൻസ് ചെയ്യത്തക്ക രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത് ഒരു കലയാണ്. ഇറ്റ്സ് ആൻ ആർട്ട്. അപ്പൊ അത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല.
കോമ ആയിട്ട് പോവാന്ന് മാത്രമേ ഉള്ളൂ. സാറേ ഞാൻ സംസാരിക്കട്ടെ? ഞാൻ സംസാരിക്കട്ടെ? പറയൂ. ഓക്കെ സാർ, താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു സുധീർ സാറിന്റെ. വളരെ ഇൻട്രസ്റ്റോട് കൂടി ഞാൻ മുഴുവൻ ശ്രദ്ധിച്ചു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് സാധനങ്ങളുടെ ക്വാളിറ്റി മാത്രമല്ല മാർക്കറ്റ് പിടിക്കുന്നത്. പലപ്പോഴും മെച്ചപ്പെട്ട നല്ല മാർക്കറ്റിൽ റൺ ചെയ്യുന്ന സാധനങ്ങളെക്കാൾ എത്രയോ മെച്ചപ്പെട്ട സാധനങ്ങൾ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾ പോലും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും മാർക്കറ്റ് പിടിക്കാൻ കഴിയുന്നില്ല. അത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു കലയാണ്. സാർ അതിനെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ സാർ, ഇന്നോവേഷന്റെ ഭാഗത്ത് ഒരു R&D എന്ന് പറഞ്ഞു, അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു തരാമോ സാർ? R&D എന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. എല്ലാ ഡെവലപ്മെന്റ്, ഇത് എല്ലാ കമ്പനിയിലും അത് ഉണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക്സ് സാർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. താങ്ക് യു സാർ. എൻ്റെ സുജിത്ത്, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു സാർ. I'm really excited in your session because selling and marketing, that's more important. ശരിക്കും അതിൽ രണ്ടിലും വലിയൊരു ഡിഫറൻസ് ഉണ്ട്. സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിൽ വലിയ ഡിഫറൻസ് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെല്ല് ചെയ്യുകയാണോ മാർക്കറ്റ് ചെയ്യുകയാണോ? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. സെല്ല് ചെയ്യാനോ മാർക്കറ്റിംഗ് ചെയ്യാനോ സാർ ചോദിച്ചു കഴിഞ്ഞോ? സെല്ലിംഗ് ഓർ മാർക്കറ്റിംഗ്, ദാറ്റ്സ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു സർ. ഇപ്പോൾ സെയിൽസും മാർക്കറ്റിംഗും കൂടെ ചേർത്തിട്ട് ഒരു വാക്ക് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. സ്മാർട്ട് മാർക്കറ്റിംഗ് എന്ന ഒരു വാക്കുകൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. സെയിൽസ് ഈസ് ഈക്വൽ ടു ഹെൽപ്പിംഗ്. കാരണം നമ്മൾ പണ്ടത്തെ കാലത്ത് പെണ്ണുങ്ങൾ മാത്രം, ഞാൻ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇടിച്ച് പൊടിച്ച് ചെയ്യുമ്പോൾ ഇവരെ സഹായിക്കാനായിട്ട് ഒരു മിക്സിംഗ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പിൽ അവിടെ ചെല്ലുമ്പോൾ മേ ഐ ഹെൽപ്പ് യു സർ അല്ലേ? ഐ ഹാവ് മിക്സി, ഐ ആം സെല്ലിംഗ് യു. നോ, നിങ്ങളുടെ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യാം. ക്യാൻ ഐ ഹെൽപ്പ് യു സർ? Sales is not selling, sales is helping. I would like to one question for you, sir. Yeah. What one thing could you do, are you doing now? What a tremendous and huge achievement in your sales and or marketplace. What one thing could you do, are you doing now? What a tremendous and huge achievement in your life for sales. ഇന്ന് വരെ ചെയ്യാത്ത ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെയിൽസിലോ മാർക്കറ്റ് പ്ലേസിലോ ട്രെമൻഡസ് ആയിട്ട് അച്ചീവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഏത് കാര്യമാണ് സാർ ചെയ്യാം? ട്രെമൻഡസ് അച്ചീവ്മെന്റ് ചെയ്ത് എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ക്ലിയർ ആയില്ല. അച്ചീവ്മെന്റ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, സെയിൽസിനെക്കാട്ടിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ മാർക്കറ്റിംഗ് ഡിഫറൻസ്. കാരണം സെയിൽസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഗുളിക ഇട്ടിരിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ കാണാമല്ലോ, ലിവ് 52. ഓക്കെ സർ. ഇത് ഒരാൾ എന്റെ അടുത്ത് ഈ ഒരു ക്യാപ്സൂൾ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ വാങ്ങത്തില്ല. ബിക്കോസ് സംബഡി ഡൺ ദ മാർക്കറ്റിംഗ് ഫോർ ദാറ്റ്. ഈ ലിവ് 52 എന്തിനാണുള്ളത് someone has marketed or someone has told me, some professional അതിൽ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞു ഈ ലിവ് 52 കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു. അതിന്റെ പേരാണ് ഇൻഫ്ലുവൻസ്. I think you are a solution provider. Solution provider. Correct. Solution provider. You always think on marketplace that the problems are always there, but the solution provider, that marketplace. Yes. Problem seller, that's a salesman. But solution provider, that's a marketer. നമുക്കറിയാം ആരൊക്കെയുള്ള സൊല്യൂഷൻ പ്രൊവൈഡർ. നിങ്ങൾ പ്രോബ്ലത്തിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നില്ല, ഓൾറെഡി സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിങ്ങനെ നിങ്ങളെങ്ങനെ മാർക്കറ്റിൽ ഓരോ നിമിഷവും മൊമെന്റ് ബൈ മൊമെന്റ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മോണിറ്ററിങ്, ദർസ് എ സൊല്യൂഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സൊല്യൂഷൻ പ്രൊവൈഡർ അവർ നിങ്ങൾക്ക് വേണോ? ഐ ഡോണ്ട് നോ.
ഇപ്പം അത് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഐഫോൺ എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ പ്രൊവൈഡർ അല്ലായിരുന്നു. ഐഫോൺ Solution provider. ഇടയ്ക്ക് ഒരു കട്ടായി പോയി സാറിന്റെ. Problem seller or solution provider. പ്രോബ്ലം സെല്ലർ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം Solution provider. സൊല്യൂഷൻ പ്രൊവൈഡറിന് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. സൊല്യൂഷൻ ഈവൻ പ്രോബ്ലം ഇല്ലാതെ സൊല്യൂഷൻ വയ്ക്കുന്നതാണ്. KFC ചിക്കൻ എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റീവ് ഐഡിയ. ചിക്കൻ നമ്മളെല്ലാരും കഴിക്കുന്നു. അതിന്റെ പേരാണ് ഇൻവെൻഷനെക്കാട്ടി കൂടുതൽ ഇന്നോവേഷനാണ്. ഒരു ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിനെക്കാട്ടിൽ ഒരു ബെറ്റർ പ്രൊഡക്റ്റ്. ഇപ്പോൾ ആപ്പിൾ ഫോൺ വന്നപ്പോൾ ടച്ച് ഫോൺ ഒരു പക്ഷെ ഇതൊരു പ്രോബ്ലമേ അല്ലായിരുന്നു. നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചോ ഈ ടച്ച് ഫോൺ വേണമെന്ന്? പറയുന്നുള്ളൂ അല്ലേ? He said we have this one. Do you want? Take it. അങ്ങനെയുണ്ട്. Do you want? ഇല്ല. അതായത് Do you want? നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. Yes, yes. Because they kept this as a you can. They always sell you can. ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാം. Exactly. Okay, you can. അതല്ലേ ഇപ്പൊ ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിലെ ഒരു വലിയ ഇതെന്ന് പറയുന്നത്. നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇങ്ങനെ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ, നിങ്ങൾക്ക് ഇന്ന പ്രോബ്ലം ഉണ്ടോ, ദിസ് ഇസ് എ സൊല്യൂഷൻ. സൊല്യൂഷൻ പ്രൊവൈഡിങ്. പഴയ കാലത്തൊക്കെ പ്രോബ്ലം സെല്ലിംഗ് ആയിരുന്നു. ഇപ്പം സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഞാൻ ആമസോണിന്റെയും ഫ്ലിപ്കാർട്ട് നൗ ദ സിറ്റുവേഷൻ ചേഞ്ച്. സൊല്യൂഷൻ പ്രൊവൈഡറിനെക്കാട്ട് വിളിക്കുന്നത് കസ്റ്റമർ ഹാസ് എ ചോയ്സ്. ഒരു TV നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 TV ഉണ്ട്. ഇന്ന് നമ്മള് പണ്ട് കാർ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ വി ഹാവ് എ ലെസ് ചോയ്സ്. ടാറ്റയോ അംബാസഡറോ ഫിയറ്റോ മാത്രമേ വാങ്ങാൻ പറ്റത്തുള്ളൂ. ഇന്ന് എത്ര മോഡലാണ്. ഒരു കാര്യം വേറെ ശ്രദ്ധിക്കണം സാറേ, അത് നമ്മുടെ ഇന്നർ ആൻഡ് ഔട്ട് സൈഡ് ആണ്. നമ്മൾ ഇതെങ്ങോട്ടാ വരുന്നതെന്ന് അറിയാം. മാർക്കറ്റ് പ്ലേസിൽ അല്ലാതെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇന്നർ. ഓക്കെ, അതിലെ ഒരു സൊല്യൂഷൻ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച് സൊല്യൂഷൻ കൊണ്ട് തന്നുകൊണ്ടിരിക്കും. സെക്ഷലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, നമ്മളിങ്ങനെ സെർച്ച് ചെയ്യില്ലേ, അന്നേരം സൊല്യൂഷൻ സെല്ലർ, സൊല്യൂഷൻ പ്രൊവൈഡർ അവർ വരുന്നു, നമ്മൾ സെർച്ച് ചെയ്യുന്നു, അതിനാവശ്യമുള്ള സംഭവം തരുന്നു. അതുപോലെ തന്നെ മൈന്യൂട്ട്, നമ്മുടെ ചെറിയ മൈന്യൂട്ട് പോയിന്റിന് പോലും മാർക്കറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്യുന്നോ അന്നേരം അവരിങ്ങനെ എടുക്കും. യൂട്യൂബിൽ എന്ത് സെർച്ച് ചെയ്യുന്നോ അവരെടുക്കും. ദിസ് എ സൊല്യൂഷൻ പ്രൊവൈഡർ. നമുക്ക് ലിങ്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അറിയാതെ നമ്മൾ സെർച്ച് ചെയ്യും, പോവും, പർച്ചേസ് ചെയ്യും. അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിലെ. നമ്മൾ പോലും അറിയാതെ നമ്മളെ ബ്രെയിനിനെ അവരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ സാർ നമുക്ക് ഈവൻ മൊബൈൽ ഫോണില് നമ്മൾ പെർമിഷൻ കൊടുത്തു വെച്ചേക്കല്ലേ മൈക്കിന്, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിലേക്ക് പോവാ. സാറ് പറഞ്ഞല്ലേ സെർച്ച് ചെയ്ത്, സാറുപ്പേ പറഞ്ഞ സെർച്ച് ചെയ്യുന്നതിന് ചിന്തിക്കുന്നവരെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അവരെന്ത് ചെയ്യാ, ഇതിനൊരു പ്രൊഫഷണലി ഒരു ടീം എന്നിട്ട് ഇപ്പൊ സാറ് ഏതിലാണോ സെർച്ച് ചെയ്യുന്നത് വെറുതെ ഗൂഗിൾ എടുത്തൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, സാറിന് ലിങ്ക് വരും, സാറിനെ മോണിറ്റർ ചെയ്യും, സാറിന് എന്താ വെച്ചാൽ സൊല്യൂഷൻ പ്രൊവൈഡർ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബ്രാൻഡിങ്. മാർക്കറ്റിംഗ് ബ്രാൻഡിങ്ങോട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പം തന്നെ ഫോർ എക്സാമ്പിൾ ഞാന് സുദീപ് ചെറിയ എന്ന് പറഞ്ഞ പേർക്ക് എല്ലാ ദിവസവും ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഗൂഗിൾ ഇസ് saying that Sudeep Cherian is maybe important. Clear? എന്റെ സ്റ്റുഡൻസിനോട് പറയും സെർച്ച് ചെയ്യാം, എന്റെ പേരുണ്ട്, ക്യാൻ യു പഠിപ്പിച്ചുകൊണ്ടിരുന്ന സീ ദിസ്, നിങ്ങളുടെ പേര് നിങ്ങൾ സെർച്ച് ചെയ്യണം. അപ്പം ഞാനൊരു ക്ലാസ്സിൽ സെഷൻ എടുക്കാൻ പോകുമ്പോൾ 40 പേര് മൊബൈലിൽ സെർച്ച് ചെയ്യണം സുദീപ് ചെറിയാൻ എന്ന് പറഞ്ഞു. സോ ഗൂഗിൾ നോസ് ദാറ്റ് ഹി ഈസ് എ ബിഗ് ഗൈ, ബിഗ് ഷോട്ട് സംതിങ്. ക്ലിയർ ആണോ? അപ്പോൾ ഗൂഗിളിന്റെ അനലിറ്റിക്സ് പോകുന്നത് ഇപ്പൊ സാബു കേരളം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന 10 പ്രാവശ്യം സാബു കേരളം എന്ന് 10 കഴിഞ്ഞാൽ യു ആർ ദ ടോപ്പ് ലിസ്റ്റ് ആസ് പെർ ഗൂഗിൾ. അപ്പോൾ ഇപ്പം ബെസ്റ്റ് കോർപ്പറേറ്റ് ട്രെയിനർ ഇൻ കോട്ടയം അടിച്ചു കഴിഞ്ഞാൽ മൈ നെയിം വിൽ ബി ദെയർ ബിക്കോസ് ഐ മെയ്ഡ് ദ കീവേഡ്സ് ലൈക്ക് ദിസ്.
സാർ അത് ജസ്റ്റ് പോലത്തെ ആപ്പ് അതിനുവേണ്ടി നമ്മുടെ കയ്യിന്ന് പൈസ കൂടെ വാങ്ങുന്നുണ്ട്. So I'm just telling you, you need to market yourself. സാർ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ കണ്ണൂരില് ജസ്റ്റ് നിങ്ങളൊരു കാര്യം കൊടുക്കണേ 4000 രൂപയാണ്. അവരിതേ കാര്യം ചെയ്യും, നമ്മളൊന്നും അറിയണ്ട, 4000 രൂപ കൊടുത്താൽ മതി. സാറേ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ ഏൽപ്പിക്കാതെ, ഞാൻ ബ്രാൻഡിങ്ങിന്റെ ക്ലാസ് ഇവിടെ എടുക്കുന്നതിന് മുമ്പ് വ്യാപാര വ്യവസായ കേന്ദ്രത്തിലാണ് എടുത്തത്. അവര് ബ്രാൻഡിങ്ങിന് വേണ്ടി കാശ് മുടക്കി. ഞാൻ പറഞ്ഞു ബ്രാൻഡിങ് നമുക്ക് തന്നെത്താൻ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ ബ്രാൻഡിങ്. അപ്പം ബ്രാൻഡ് ചെയ്യുന്ന 8 സ്റ്റെപ്സ് നമുക്ക് സെഷനിലാണ്, ഞാൻ 8 സ്റ്റെപ്പ് നമ്മുടെ സെഷനിലുണ്ട്, യൂട്യൂബിലുണ്ട്. അപ്പം അവിടെ സെഷൻ കഴിഞ്ഞ ശേഷം ഒരു വ്യക്തി വന്നത്, പുള്ളി ബ്രാൻഡിങ്ങിന് 20,000 പേ ചെയ്തപ്പോൾ ഈ സ്റ്റെപ്സ് ഒന്നും അധികമില്ല, ഏതാണ്ടൊക്കെയോ തിയറിയും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ആക്ച്വലി ഇരുത്തി നമ്മൾ, ഞാൻ പറഞ്ഞത് ഒരു ഓണ്ടർപ്രണർ, നിങ്ങളൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ കമ്പനിയെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയുന്നത്, അറ്റ്ലീസ്റ്റ് യു ഷുഡ് സ്പെൻഡ് 30 to 40 minutes in a day meditate about what you are going to do for the next day. അടുത്ത ദിവസം എന്ത് ചെയ്യണം എന്നുള്ളത്. അല്ലെ ഇപ്പോൾ ഞാൻ 50,000 രൂപ മാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 60,000 രൂപ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്ത് പ്ലാൻ ചെയ്യും? 60 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 70 ഉണ്ടാക്കാൻ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്നത്, ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കോളേജിലോട്ട് വരുന്നു, പ്രിൻസിപ്പാളിനെ പെട്ടെന്ന് കണ്ടു, പ്രിൻസിപ്പാൾ ചോദിക്കുന്നു ഹൗ ആർ യു, ഇത് ക്ലാസ് ഉണ്ടോ, ഏത് ക്ലാസ്സാ പോകുന്നു, പെട്ടെന്ന് പാനിക് ആകും, പ്രിൻസിപ്പാളിനെ പ്രതീക്ഷിച്ചില്ല. സോ യു നീഡ് ടു ഡു സം സ്ക്രിപ്റ്റിംഗ്. You need to forecast something what is going to happen next day, next moment. അപ്പോൾ ഞാൻ എന്റെ പ്രിൻസിപ്പാളിനെ കണ്ടാലോ, പ്ലേസ്മെന്റ് ഓഫീസറെ കണ്ടാലോ, അല്ല എന്റെ HOD കണ്ടാലോ, what I am going to talk. The preparation is more important. അതാ ഞാൻ പറഞ്ഞ ടൈം കെട്ടി ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഈ കോട്ടിട്ട് വന്നതിന്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ യു മേക്ക് ഇറ്റ് ഡിഫറൻസ്. യു നീഡ് ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ സാന്റാക്ലോസിന്റെ ഇതും വെച്ചോണ്ടാ വന്നത്. സീരിയസ്. തീർച്ചയായിട്ടും ഒരു പെട്ടിക്കടക്കാരനാണെങ്കിൽ See this. See, you should not be ashamed of acting this. അതിനകത്ത് ഞാൻ CID മൂസയുടെ ഒരു കഥയാണ് ഞാൻ പലതും പറയാറുള്ളത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിനകത്ത് CID മൂസയില് ക്യാപ്റ്റൻ രാജു ആ കാറ് ദിലീപിന് കൊടുക്കുമ്പോൾ ഒരു പറയുന്നുണ്ടാവും, കാണുന്ന ഒരു കിഴുത്ത ഒരു തുള അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, വണ്ടി എവിടെയും നിന്ന് കഴിഞ്ഞാല് തെള്ളാൻ ഒരു തെണ്ടിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത്. യു നീഡ് ടു പുഷ് യുവർ സെൽഫ്. അപ്പൊ സുജിത് സാർ പറഞ്ഞതിനോട് ചേർന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വി ആർ ദ മാർക്കറ്റേഴ്സ്. നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്തില്ല പിന്നെ ആര് ചെയ്യും? അതാണ് പഠിക്കേണ്ടത് അല്ലേ? യെസ് സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. പറയണ്ട സാറേ, ഇത് ക്ലാസ് പൂർണ്ണമായിട്ടും കേൾക്കാൻ പറ്റിയില്ല, ക്ഷമ ചോദിക്കുന്നത്. എനിക്കൊരു പരാതി എഴുതാൻ ഒരാൾ വന്നവിടെ, ഇത് എഴുതി കൊടുത്തായിരുന്നു. അപ്പം കുറെയെല്ലാം കേട്ടു, അതിനിടയിൽ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. സാറ് പറഞ്ഞ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം അത് ഭയങ്കര എന്താ പറയുക, മാർക്കറ്റിംഗ് ഒരു കലയാണ് സാറേ അത്. കാരണം ഇവിടെ സാധാരണയായിട്ട് നമ്മളെ വീടുകളിൽ വരുന്ന ഈ ബിസിനസ് ആയിട്ട് വരുന്ന ബാഗിൽ ഫുള്ള് സാധനമായിട്ട് വരുന്ന പിള്ളേർ പോലും ചിലപ്പോ വരുമ്പോ ഞാൻ എല്ലാരും ശ്രദ്ധിക്കും. അപ്പൊ ചിലവര് ഇത് വേണം ഒരു തണുത്ത മട്ടില സംസാരിക്കാം, പക്ഷെ ചില കുട്ടികളാണെങ്കിൽ സ്മാർട്ടായിട്ട് അത് നമ്മളെ കൊണ്ട് എടുപ്പിച്ചേ മതിയാവുന്ന രീതിയിലാണ് ആ മാർക്കറ്റിംഗ് വരുന്നത്. അതുപോലെ വേറൊരു കാര്യമുള്ളത് സാറേ, ഇപ്പം മനുഷ്യരുടെ ചിന്താഗതികള്, പണ്ടൊക്കെ നമ്മളിപ്പം ഒരു മിക്സി കേടുവരികയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും നന്നാക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ അങ്ങനല്ല. പുതിയ പുതിയ സാധനങ്ങൾ വിപണിയിൽ ഇറങ്ങുമ്പോഴ് അങ്ങനെ അത്രയും ഗുണമേന്മയുള്ളതിലേക്ക് മനുഷ്യന്റെ മനസ്സ് അങ്ങനെ പോവുകയാണ്. അപ്പം ഇപ്പൊ ജീവിത നിലവാരം ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് സാറിന്റെ ക്ലാസ് കുറെയെല്ലാം കേൾക്കാൻ പറ്റി, എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ കുറച്ചു കാലം അവിടെ എംപ്ലോയ്മെന്റ് വൊക്കേഷണൽ ഗൈഡൻസ് ഓഫീസറായിട്ട് പെൻഷനാണ്, കുറച്ച് ഞാൻ സെൽഫ് എംപ്ലോയ്മെന്റ് ഓഫീസറായിട്ടായിരുന്നു. അപ്പം ചില കുട്ടികൾ ലോൺ എടുക്കാൻ വരുമ്പോ തന്നെ ഞാൻ ചോദിക്കുമ്പോ അവർ പറയും എത്ര സബ്സിഡി കിട്ടും. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങളിപ്പം പിന്നൊരു ദിവസം വാന്ന് പറയും തമാശക്ക്, സബ്സിഡിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പൊ അവരുടെ ചിലവര് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് നല്ല ഉന്നതിയിലെത്തുന്ന കുട്ടികളുണ്ട് അതിൽ. താങ്ക് യു സാർ.
നല്ല ക്ലാസ് ആയിരുന്നു. പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റാത്ത വിഷമേ ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മാഡം പറഞ്ഞതിനകത്ത് ഈ സെല്ലിംഗ് എന്ന് പറയുന്നത് ഈ ഓരോ വ്യക്തികളും അവരുടെ ഒരു സ്കില്ലുണ്ട്, സെല് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. അത് ഒരു വ്യത്യസ്തമാണ്. ഞാൻ പറയുന്ന പോലെയല്ല മാഡം പറയുന്ന പോലെയല്ല സാബു സാറോ റോയ് സാറോ സുജിത് സാറോ പറയുന്നത്. ഓരോരുത്തർ അവരുടേതായ ഒരു നാക്കുണ്ട്. പക്ഷെ ഈ പ്രൊഡക്റ്റിന്റെ ഡ്യൂറബിലിറ്റി, നമ്മളൊരു പണ്ടത്തെ ഒരു ടി വി ഒന്ന് ആലോചിച്ച് 10 വർഷവും 15 വർഷവും പറഞ്ഞാൽ ഫ്രിഡ്ജ് ആയാലും ഒന്നും കേടാകത്തില്ല. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മൊബൈൽ വാങ്ങിച്ചാൽ 2 വർഷത്തിൽ കൂടുതൽ പ്രയോജനമില്ല നമുക്കറിയാം. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡെഡ് ആയി പോകും. നമ്മൾ പുതിയത് വാങ്ങുന്നത് എന്തുമാത്രം കാശ്. പണ്ട് നമ്മൾ എന്തോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 10 വർഷവും 14 വർഷവും നിന്നിട്ടുള്ളതാണ്. ഒന്ന് ആലോചിച്ചേ. ശരിക്കും നമ്മൾ ടെക്നോളജിയുടെ പുറകെ പോകുമ്പോൾ കുറെ കൂടെ നമ്മുടെ കാശ് ചെലവാക്കുക. ഇതാണ് മാർക്കറ്റിംഗ്. നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് എന്റെ പോക്കറ്റിൽ എങ്ങനെ വരാമെന്ന് മാത്രമേ ഇന്ന് മാർക്കറ്റിംഗ് ചിന്തിക്കത്തുള്ളൂ. അത് സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു മൊറലും ഇല്ല. എങ്ങനെയും എന്ന് പറഞ്ഞാൽ പിടിച്ചു പറയുന്നല്ല, നൈസായിട്ട് പറ്റിക്കുക എന്ന് പറയും അല്ലേ? കാരണം അവര് നമുക്ക് പറയും പുതിയ ടെക്നോളജി, പുതിയ മൊബൈല്, ഐഫോൺ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ 14 കളഞ്ഞ് 15 ഓടുകയാണ്. എല്ലാം സെയിം തന്നെയല്ലേ? ഈ പറയുന്ന ഞാനും ഓടിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം പുതിയ ടെക്നോളജി ഇല്ലേ? നമ്മള് ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഐഫോണിന്റെ പുതിയ ഇങ്ങനെയൊക്കെ പൊക്കി കണ്ടിട്ടില്ലെങ്കിൽ എന്നാലേ നമുക്കൊരു വെയിറ്റ് കിട്ടത്തുള്ളൂ. ഇതൊരു ധാരണയാണ്. എന്നാൽ നോക്കിയുടെ ഫോൺ കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും മോശം എന്നോട് എന്താ പറയുക ഇറങ്ങിപ്പോൻ പറയും? ഇല്ലല്ലോ. നമ്മളൊരു മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്നു ഇവന് നോക്കിയ അല്ല ഐഫോൺ വേണം, അല്ലെങ്കിൽ 4 വീൽ SUV വന്നെങ്കിൽ മാത്രമേ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു ധാരണ വന്നുപോയി. അതാണ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സക്സസ്ഫുൾ. മാർക്കറ്റിംഗ് സക്സസ്ഫുൾ ബിക്കോസ് പീപ്പിൾ ആർ ഫോണ്ട് ഫോർ ഗോ ഫോർ ദിസ്. ഓക്കെ, താങ്ക് യു മാഡം. അത് നല്ലൊരു ഇൻസൈറ്റ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ക്ലാരിറ്റി പറഞ്ഞതേ ഉള്ളൂ. റോയ് സാർ എന്തെങ്കിലും? സാറേ, സാറ് മാർക്കറ്റിംഗ് എന്ന വിഷയത്തെ കുറിച്ചാണ് ക്ലാസ് എടുത്തതെങ്കിലും ജനറൽ ലൈഫിലെ ചില കാര്യങ്ങളെല്ലാം സാർ അത് ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. സാർ ആദ്യം തുടങ്ങിയത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് കസ്റ്റമർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും, കസ്റ്റമറുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ടോ, അത് അവർ കൺവിൻസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാണെങ്കിലും സാറ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടോ, സാർ പറഞ്ഞല്ലോ നിങ്ങൾ ഏത് കാറാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോ ഉപയോഗിക്കുന്ന കാറിൽ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ. എല്ലാ കാര്യത്തിലും ഒരു ജനറൽ ആയിട്ടും, ബിസിനസ്സിൽ മാത്രമല്ല ലൈഫിലും വേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മയോപ്പിയെ കുറിച്ച് സാർ പറഞ്ഞു. അതായത് കോഡാക് കമ്പനിക്ക് പറ്റിയതും ഇതുമല്ല. അപ്പൊ ഇതെല്ലാം പ്രായോഗിക ജീവിതത്തിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് എന്നാണ് സാർ പറഞ്ഞു തന്നേക്കുന്നത്. ഞാൻ മാർക്കറ്റിംഗ് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. അതുപോലെ പെപ്സിക്കാരൻ അഡോപ്റ്റ് ചെയ്തേക്കുന്ന കേസ് കെട്ടുകളും പറഞ്ഞു. അയാളുടെ ഇപ്പോഴത്തെ പെപ്സി ബിസിനസ്സിനകത്ത് പോയില്ല. അപ്പൊ സാറ് ഈ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റും അതുപോലെ മാർക്കറ്റിംഗ് ഇൻ ബിസിനസിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ക്രിപ്റ്റിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് ബിസിനസ്സിൽ മാത്രമല്ല പ്രായോഗിക ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങൾ കൂടി ആയിട്ടാണ് ഞാനത് കാണുന്നത്. എക്സാമ്പിൾസും എല്ലാം വളരെ ഇതായിട്ടിരിക്കും. ഇപ്പൊ ഒത്തിരി ഈ 1 മണിക്കൂർ കൊണ്ട് സാർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോയെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിൽ അവിടെ ഇവിടെയൊക്കെ കയറിക്കൂടി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സാറ് താങ്ക് യു വെരി മച്ച് സാർ. എനിക്കറിയാം മാർക്കറ്റിംഗ് മാത്രമല്ല എടുത്തു കാരണം ഞാൻ എടുക്കുമ്പോഴേ ഒരു കാര്യത്തിൽ മാത്രം നിന്ന് കഴിഞ്ഞാല് അത് നമ്മൾക്ക് ബോറിങ് വരും. ഒന്ന്, അപ്പൊ മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് സെയിൽസ്, മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്താണ് ഫൈനാൻസ്. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് ഡിസിപ്ലിൻ ഇല്ലേ മാർക്കറ്റിംഗ് സീറോ. അപ്പം നമ്മള് ഈ പല തലങ്ങളിൽ പോയെങ്കിൽ മാത്രമേ ഈ സൈക്കാട്രിയുടെ പല തലങ്ങളിൽ മോഹൻലാൽ പറയുന്ന പോലെ പല തലങ്ങളിൽ പോയിട്ട് വേണം നമ്മൾ ഈ മാർക്കറ്റിംഗിലോട്ട് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ മാർക്കറ്റർ.
അപ്പൊ അതുകൊണ്ടാണ് ഞാനൊന്ന് ഇച്ചിരി ഒന്ന് വേഗമായിട്ട് പോയത്. പിന്നെ അതല്ല സാർ പറഞ്ഞ മാർക്കറ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ട് തോന്നി. കാരണം എന്ത് ടേൺ ഓവർ ഉണ്ട്, എത്രയാണ് എക്സ്പെൻസ് വരും, ആ സേവ് ചെയ്യേണ്ട കാര്യവും ആ പെൻഷന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ പ്രായോഗിക ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ മാർക്കറ്റിംഗ്, എന്റെ പ്രോഡക്റ്റ് മാർക്കറ്റിലാക്കാനായിട്ട് ഇദ്ദേഹം എന്താ പറയുന്നത് എന്ന് കേട്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമല്ല, ജനറൽ ആയിട്ട് ഇതിലൊന്നും താല്പര്യമില്ലാത്തവർ ഇരിക്കുന്നവനും കേട്ടിരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു സാറിന്റെ. വളരെ എൻജോയബിൾ ആയിട്ട്. സാർ ഇതിനകത്ത് you don't have a market, you have to create a market. Yes, sir. I don't have an employer who gives me pension. I have to create an employer. Okay. ഇല്ലേ? നമ്മള് ഇപ്പൊ ഒരു വ്യക്തി ഷൂ വാങ്ങിയത് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതായിരിക്കും. ഞാനത് പറയാൻ ഉദ്ദേശിച്ചല്ല, ഞാനത് സാറ് പറഞ്ഞുകൊണ്ട് ഇത് പറയാം. ഒരു വ്യക്തി, ഒരു കമ്പനി ഒരിടത്ത് ഷൂ സെല്ല് ചെയ്യാൻ ഒരു ആളിനെ വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആരും ഷൂ ഇടുന്ന ആൾക്കാരാരുമില്ല. അവിടെ ചെരുപ്പ് പോലും ഇടുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അപ്പൊ സെയിൽസ് ആള് തിരിച്ചുപോയി പറഞ്ഞു, ഓണറിന്റെ അടുത്ത് പറഞ്ഞു, there is no market because nobody is wearing the chappal also. So how can I sell shoes? കുറച്ചു കാലം ശേഷം വേറെ ബിസിനസ് എക്സിക്യൂട്ടീവിനെ വിട്ടു, സെയിൽസ് എക്സിക്യൂട്ടീവിനെ വിട്ടു. അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ he was surprised. It's a huge market. Nobody is wearing it. Nobody is wearing. Yes, I have a huge market. You need to create a market. Okay. It's all about your mindset. Okay, അത് സാറ് പറഞ്ഞപ്പോൾ എനിക്കത് പറയാൻ വന്നത്. ഈ ഒരു സ്ലൈഡുകള് ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള, കാരണം കോമ്പറ്റീറ്റേഴ്സ് അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ്, സോട്ട്, ഇതൊക്കെ ശരിക്കും ഞാൻ ഓഫ്ലൈൻ സെഷനും ഫിസിക്കൽ സെഷനും കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. നമുക്ക് ഈ 1 hour നിർത്തണമെന്നുള്ളത് കൊണ്ടും. അത് തന്നെയല്ല, ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൂടുതൽ വിവരം അറിയണമെങ്കിൽ സാറിനെ സമീപിക്കാം എന്ന് തോന്നുന്നു. ഓക്കെ സർ, താങ്ക് യു സർ. സാബു സാർ. സർ പോയോ?